ഹലോ. ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ നോമ്പ് തുറക്കുമ്പോഴും അതുപോലെ തന്നെ അത്താഴത്തിനും കഴിക്കാൻ പറ്റിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ്. ജീരകക്കഞ്ഞി എന്നാണ് കേട്ടോ ഞങ്ങൾ പറയാറുള്ളത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു വിധമാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ നെല്ലുത്തരി എന്ന് പറയും. നമുക്ക് വലിയ ചോറ് കഴിക്കുന്ന അരി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പും തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ല പച്ചതേങ്ങയാണ് ചിരവി എടുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചുവന്നുള്ളി, അതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ വെള്ളക്കഞ്ഞിയാക്കി വെക്കുന്നത് കേട്ടോ. നമ്മൾ നോമ്പെടുക്കുന്നതിൻ്റെ ആ ഒരു ഇത് കഴിക്കുമ്പോൾ ക്ഷീണം മാറാനും അതുപോലെ നമുക്കൊരു ഉന്മേഷത്തിനൊക്കെ ഈ കഞ്ഞി ബെസ്റ്റാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും സാധാരണയായിട്ട് ഉണ്ടാക്കാറുണ്ട്. എന്നിട്ട് ആ അരപ്പ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കഞ്ഞിയിലേക്ക്. എന്നിട്ട് ഒന്ന് രണ്ട് തള തിളയ്ക്കുമ്പോൾ നമുക്കപ്പോൾ ഇത് ഓഫാക്കി വെക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം.